ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേനയില തോരനാണ്. ചേനയില തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചേനയില നന്നായി മുറിച്ച് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടാകുമ്പം ചെറുങ്ങനെ മുറിച്ചിട്ടാകുമ്പോൾ ചട്ടിയിലേക്ക് മാറ്റുക. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും തളിച്ച് അടുപ്പത്ത് വെച്ചിട്ടാകുമ്പം നന്നായിട്ട് വഴറ്റി ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നന്നായി വെന്തിട്ടാകുമ്പോൾ അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും കാന്താരി മുളകും ചതച്ചിട്ടിടുക. അടുപ്പത്തേക്ക് വെക്കുന്നത് വെച്ചാൽ എല്ലാ സാധനങ്ങളും വിറകടുപ്പിൽ വെക്കുമ്പോഴാണല്ലോ രുചി കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് വിറകടുപ്പ് തന്നെയാണ്. നന്നായി വഴറ്റിയിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും തളിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ചേനയില തോരൻ റെഡിയാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേനയില തോരനാണ്. ചേനയില തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചേനയില നന്നായി മുറിച്ച് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടാകുമ്പം ചെറുങ്ങനെ മുറിച്ചിട്ടാകുമ്പോൾ ചട്ടിയിലേക്ക് മാറ്റുക. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും തളിച്ച് അടുപ്പത്ത് വെച്ചിട്ടാകുമ്പം നന്നായിട്ട് വഴറ്റി ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നന്നായി വെന്തിട്ടാകുമ്പോൾ അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും കാന്താരി മുളകും ചതച്ചിട്ടിടുക. അടുപ്പത്തേക്ക് വെക്കുന്നത് വെച്ചാൽ എല്ലാ സാധനങ്ങളും വിറകടുപ്പിൽ വെക്കുമ്പോഴാണല്ലോ രുചി കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് വിറകടുപ്പ് തന്നെയാണ്. നന്നായി വഴറ്റിയിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും തളിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ചേനയില തോരൻ റെഡിയാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.